വെൽക്കം ടു ഇളനീർ ചാനൽ. ഇന്ന് തട്ടുദോശയുടെ ഫുൾ റെസിപ്പി, ഫുൾ ടിപ്സോടുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഉഴുന്ന് 1 കപ്പ്, ആ സെയിം കപ്പിൽ തന്നെ 3 കപ്പ് റൈസ്, അത് ഇഡ്ഡലി റൈസാണ്. ഉലുവ 1 ടേബിൾ സ്പൂണ്, ബോയിൽഡ് റൈസ് 1 കപ്പ്. ഇത് ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്താൻ വെക്കുക. ആ 8 മണിക്കൂർ കുതിർത്താണ് ഇത്. അത് ഞാൻ 4 മണിക്കൂറൊക്കെ കുതിർത്തി നോക്കിയിട്ടുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അരി നന്നായി കഴുകി ഊറ്റി വയ്ക്കണം. ഉഴുന്ന് നമ്മൾ 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഫുള്ളും അരയ്ക്കുന്നത്. കുറച്ച് ഉപ്പും ചേർക്കുക. അരി ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചതിന് ശേഷം നമ്മൾ ഒരു സ്പൂണോ വിസ്കോ വച്ചിട്ട് 10 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്താലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കൈ വച്ച് ഇളക്കിയിട്ട് എനിക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. 8 മണിക്കൂറിന് ശേഷം ഈ മാവ് നന്നായി ഫെർമെൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല രീതിയിൽ മാവ് വന്നിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയിലാണ് ഞാൻ ചുടുന്നത്. അത് കറക്റ്റ് പാകമാണെങ്കിൽ മാത്രമാണ് ഇതിൽ ദോശ അടി പിടിക്കാണ്ട് വരുള്ളൂ. ചോറിൻ്റെ അളവൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ദോശ ചുട്ടെടുക്കുന്നത് അടി പിടിക്കും. നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല തട്ടുകടയിൽ കിട്ടുന്ന അതേ രീതിയിൽ അടിയിലൊന്നും പിടിക്കാണ്ട് നിങ്ങൾക്ക് ദോശ ചുടുമ്പോൾ മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.